മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ മണിപ്പൂർ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് കൂടിക്കാഴ്ച. സർക്കാരിനെതിരെ നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കും. വിനീത വിജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, ഈ ബിരേൻ സിംഗിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ വിമർശനം ശക്തമായി നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിൽ ഈ കൂടിക്കാഴ്ച വളരെ പ്രധാനവുമാണ്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് വിനീത? തീർച്ചയായും റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബി.ജെ.പിക്കുള്ളിൽ തന്നെ മണിപ്പൂർ ബി.ജെ.പിക്കുള്ളിൽ നിന്ന് തന്നെ എൻ ബിരേൻ സിംഗിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് എൻ ബിരേൻ സിംഗിനെ മാറ്റണമെന്നും ബി.ജെ.പി ഘടകം തന്നെ ആവശ്യപ്പെട്ടൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് നാളെ ഇനി മണിപ്പൂർ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നത്. ഈ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. അമിത്ഷായുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ചില ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുത്തുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യോഗത്തിൽ ഇപ്പോൾ മണിപ്പൂരിലെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ചയായി. ഒപ്പം തന്നെ നാളത്തെ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട നയങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടുണ്ട്. നിലവിലെ ബി.ജെ.പി ഘടകത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് രമ്യമായി മുന്നോട്ട് പോകാൻ അമിത്ഷാ നിർദ്ദേശം നൽകിയതായാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഭരണപക്ഷത്തു നിന്ന് തന്നെ കടുത്ത വിയോജിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന ഈ അവിശ്വാസ പ്രമേയം, ആ നീക്കം വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമോ എന്നൊരു ആശങ്ക എൻ ബിരേൻ സിംഗിനുണ്ട്. തുടർന്ന് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണമെന്ന് അമിത്ഷാ നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗും 4 ഉദ്യോഗസ്ഥരും അമിത്ഷായുടെ നിർദ്ദേശമനുസരിച്ച് ഡൽഹിയിലെത്തിയത്. ഇപ്പോൾ കൂടിക്കാഴ്ച പൂർത്തിയാക്കി അവർ ഡൽഹിയിൽ നിന്ന് അല്പസമയത്തിനകം മടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.